കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വളരെ രുചിയേറിയ ഒരു മാക്രോണി റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഷവർമ മാക്ക് ആൻഡ് ചീസാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കേട്ടോ. ഇത് നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തയ്യാറാക്കുന്നത് ഷവർമ മസാല പൗഡറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള ഷവർമ പൗഡർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 1.5 ടീസ്പൂൺ വരെ ഗാർലിക് പൗഡറാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 2 ടീസ്പൂൺ പപ്രിക പൗഡർ, 1 ടീസ്പൂൺ ഒനിയൻ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ വരെ സുമാക് പൗഡർ ചേർക്കുന്നുണ്ട്. സുമാക് പൗഡർ നിങ്ങളുടെ കയ്യിൽ അഥവാ ഇല്ലെങ്കിൽ നമ്മുടെ ചെറുനാരങ്ങയുടെ തൊലി ചേരേണ്ടതുണ്ടല്ലോ, അത് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 2 നുള്ളി ചേർത്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഈ ബൗൾ അടച്ച് വെച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഷവർമ പൊടി നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും, അതുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷവർമ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാമോളം ചിക്കൻ, ബോൺലെസ് ചിക്കനാണ്, ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഷവർമ മസാലപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ബാക്കി അവിടെ മാറ്റി വെക്കണം, അത് നമുക്ക് അവസാനം സോസ് ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമുണ്ട്, അപ്പോൾ മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ ചെറുനാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളി അരച്ചത് ചേർത്താൽ മതി, 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ വരെ മസ്റ്റാർഡ് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. മസ്റ്റാർഡ് പേസ്റ്റ് അഥവാ കയ്യിലില്ലെങ്കിൽ അത് ഒഴിവാക്കാം, അതത്ര നിർബന്ധമൊന്നുമില്ല. ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടും. പിന്നെ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്, അതൊരു ക്യൂബിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, മുഴുവൻ ചേർക്കുന്നില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ചിക്കനിലോട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒലീവ് ഓയിലും കൂടി ഇതിലേക്ക് ചേർക്കാം. ഒലീവ് ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വരെ നമുക്കിതങ്ങ് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ അതിലേക്ക് ചേർക്കുക. ആദ്യം ചേർത്ത ഉടനെ എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിൽ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ചിക്കൻ നിരത്തി വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ എണ്ണയിലോട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എല്ലാ ഭാഗവും പെട്ടെന്ന് ഒരേപോലെ ഫ്രൈ ആയി കിട്ടും. ചിക്കൻ ഫ്രൈ ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് വെള്ളം നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2.5 കപ്പ് മക്രോണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇത് വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്, ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്രോണി വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം വേവാനായി തുടങ്ങുമ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിതിൽ ഓയിലൊന്നും ചേർക്കുന്നില്ല, ഇത് പരസ്പരം ഒട്ടി നിൽക്കുകയൊന്നുമില്ല, നല്ല പാകത്തിനാണ് വെന്തിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് ഞാനൊരു സ്ട്രെയിനറിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളം കളയാനായിട്ട്. ഇനി ഒരു ചൂടായ പാത്രത്തിലോട്ട് 3 ടേബിൾ സ്പൂൺ വരെ ബട്ടറും ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ സൺഫ്ലവർ ഓയിലും ഞാൻ ചേർത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം.
മൈദ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് സമയം ഞാൻ ഇതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ആ മൈദയുടെ പച്ച ചുവയൊക്കെ നല്ലോണം മാറി വരണം. നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. മൈദ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ച നമ്മുടെ ഷവർമ മസാലപ്പൊടി ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഫ്ലേവർ വേണമെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഷിറാച്ച ഹോട്ട് സോസ് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ മതിയാവും, അത് ചേർത്തിട്ടുണ്ട്. ഷിറാച്ച ഹോട്ട് സോസ് തന്നെ വേണമെന്നില്ല, നമുക്ക് സാധാരണ ഹോട്ട് സോസ് അല്ലെങ്കിൽ ചില്ലി സോസ് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പാല് ചേർക്കാം. ആദ്യം ഞാനൊരു 3 കപ്പോളം പാല് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാല് മതിയാവില്ല കേട്ടോ, നമ്മൾ 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 3 കപ്പ് പാല് മതിയാവില്ല. അപ്പോൾ എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇതിലേക്ക് കുറച്ചുകൂടി പാല് ചേർക്കണം. 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത സ്ഥിതിക്ക് മിനിമം 4 കപ്പെങ്കിലും പാല് വേണ്ടി വരും. ചിലപ്പോൾ അതിൽ കൂടുതലായിട്ട് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ പാല് ഇനിയും നമുക്ക് നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ 4 കപ്പോളാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 3/4 കപ്പ് വരെ മൊസാറല്ല ചീസും ഏകദേശം 1 കപ്പോളം ചെഡാർ ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ചീസ് മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണിയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം മുഴുവൻ മക്രോണി ചേർത്തിട്ടില്ല. ചിലപ്പോൾ ഈ സോസിന് ഇത്രയും മതിയെങ്കിൽ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് കുറയും. ധാരാളം സോസോടുകൂടി കഴിക്കാനാണ് നമുക്കിത് ഈ ഒരു മാക്ക് ആൻഡ് ചീസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് മുഴുവൻ മക്രോണി ഞാൻ ചേർക്കാതെ കുറച്ചവിടെ മാറ്റി വെക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിൽ നിന്നും ഒരു 1/4 ഭാഗത്തോളം ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിക്കനും കൂടി ചേർക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഒരു ഷവർമ ടേസ്റ്റ് വരുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് പാല് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് തിക്കായിട്ട് ഇരുന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷവർമ മക്രോണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഞാനിന്ന് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബേക്ക്ഡ് മാക്ക് ആൻഡ് ചീസ് ഒന്നുകൂടി അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ലൂസായിട്ട് ഇതേപോലെ കോരി കഴിക്കാൻ ഇഷ്ടമെങ്കിൽ അതുപോലെ കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ബാക്കി വെച്ച ചിക്കൻ പീസൊക്കെ മുകളിൽ ഇട്ട് കൊടുത്ത് വീണ്ടും മുകളിൽ കുറച്ച് ചീസൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ്. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് 200 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ബേക്ക്ഡ് മാക്ക് ആൻഡ് ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്ക്ഡ് ഷവർമ മാക്ക് ആൻഡ് ചീസാണ് കേട്ടോ. അടിപൊളിയാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓവൻ ഇല്ലെങ്കിൽ നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് മുകളിൽ ചീസൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇന്നത്തെ ബേക്ക്ഡ് ഷവർമ മാക്ക് ആൻഡ് ചീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്